ഇപ്പം നമ്മളിപ്പം ഈ ഒരു സ്ഥാപനത്തെ പറ്റി നമ്മൾ എഡ്യൂവിങ്ങിനെ പറ്റി പറയുമ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഒരു കൗൺസിലർ ഇവരെ വിളിച്ചു, ഇവർക്ക് അതിൻ്റെ കാര്യങ്ങളെല്ലാം കൊടുത്തു, ഇവരെ ഫീസ് അടച്ചു കഴിഞ്ഞാൽ ഇവരെ ഡയറക്റ്റ് ഒരാളും കൂടിയുണ്ട് ഇവരെ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യാൻ. ഇവർക്കെല്ലാം പുസ്തകങ്ങൾ കിട്ടിയോ, അല്ലെങ്കിൽ ഇവർക്ക് പഠിക്കാനുള്ള പേപ്പറുകൾ കിട്ടിയോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി ഇവരുടെ കൂടെ നിന്ന് കൃത്യതയോടുകൂടി ചെയ്ത് കൊടുത്ത് ഇവർക്ക് എക്സാം സമയത്തിന് മുമ്പുള്ള എക്സാം പ്രിപ്പറേഷനുള്ള മോഡ്യൂൾസ് ആയിക്കോട്ടെ, മോക്ക് ഇൻ്റർവ്യൂസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റുകളായിക്കോട്ടെ, ഇതെല്ലാം കൃത്യമായി അവർക്ക് കൊടുത്ത് അവരുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടിയിട്ടാണ് അവരെ എക്സാം എഴുതാനായിട്ട് ആ ഒരു സെൻറ്ററിലേക്ക് കൊണ്ടുപോകുന്നത്. പിന്നെ ഏറ്റവും ആദ്യം നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ടത്, ഒരു സ്ഥാപനം കാശിന് വേണ്ടി മാത്രമാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ദേ ആർ നോട്ട് ഇൻ ടു സർവീസ്. അപ്പോൾ ഇവർ ചെയ്യുന്നത് സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കുട്ടികളുടെ ഭാവി ഉറപ്പായും നന്നാകണം. കാരണം ബിടെക് പഠിച്ച ഒരാൾ പകുതിയിൽ നിർത്തിയവരോ അല്ലെങ്കിൽ ഒരുപാട് അരിയറുള്ളവരോ അവരുടെ ജീവിതത്തിലുള്ള പല പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ആ സമയത്ത് ഉഴപ്പിയോണ്ടായിരിക്കാം. അപ്പോൾ ഇനി അവരത് തിരിച്ചെഴുതിയെടുക്കാൻ വരുന്നത് അവരുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സക്സസ് ഉണ്ടാകണം, എനിക്ക് എൻ്റെ ലൈഫിൽ എന്തെങ്കിലും ആവണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ്. അപ്പോൾ അവിടെ ആരും പറ്റിക്കപ്പെടരുത് എന്ന് അവർ ചിന്തിക്കുന്നിടത്താണ് ഈ ഒരു സ്ഥാപനം 13 വർഷമായിട്ട് നിലനിൽക്കുന്നത്. അത് തന്നെയാണ് എഡ്യൂവിങ്ങിൻ്റെ ലെഗസിയും. എക്സാക്ട്ലി. സോ ഇതിൽ 2 കാര്യങ്ങളുണ്ട്. അതായത് ഒന്ന്, അല്ലെങ്കിൽ ഇന്ത്യയിലായിരിക്കുന്നവർ, അവർക്ക് ഇന്ത്യയിൽ തന്നെ പഠിച്ച് എക്സാം എഴുതുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇന്ത്യയിൽ തന്നെ അപ്ലൈ ചെയ്യുന്നു. അതോ ഇപ്പോൾ ഗൾഫിലുള്ളവർക്ക് നാട്ടിൽ ലീവ് എടുത്ത് വന്ന് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ, അതോ അവർ ഗൾഫിൽ നിന്നുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യണോ? എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ എങ്ങനെയാണ്? അല്ല, എവിടെ ഇരുന്നും ആർക്ക് വേണമെങ്കിലും അവരുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഇതിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് എക്സാം എഴുതുന്നതോ ഇതൊന്നുമല്ല, ആദ്യം തന്നെ അവർ എലിജിബിൾ ആണോ അല്ലയോ എന്നുള്ളതാണ്. കാരണം അവർ മുൻകാലത്ത് പഠിച്ച യൂണിവേഴ്സിറ്റിയിലെ കോളേജിൻ്റെ പേപ്പേഴ്സൊക്കെ വെച്ച് അവരുടെ മാർക്ക് ഷീറ്റൊക്കെ വെച്ച് ഈ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് പേപ്പർ വിട്ട് അതിൻ്റെ ഇക്വലൻസ് എടുത്ത് അവർക്ക് അപ്രൂവൽ കിട്ടി ഇവർക്ക് എക്സാം എഴുതാൻ പറ്റുമെന്നുള്ള ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ ഇവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം ആപ്ലിക്കേഷൻ വെക്കണമെങ്കിൽ ആദ്യം അവർക്ക് അവിടെ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് തിരിച്ചറിയണം. അതിനുശേഷമാണ് അവർക്ക് എക്സാം എഴുതാനായിട്ട് പറ്റുന്നത്. എഴുതിക്കഴിഞ്ഞ് ഈ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു ഇൻടേക്കിനുള്ള സമയം കിട്ടും. അതിപ്പോൾ മാർച്ച് ആകാം, ജൂലൈ ആകാം, ജനുവരി ആകാം, ഏതെങ്കിലും ഒരു ഇൻടേക്ക് അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ഇൻടേക്ക് സമയത്ത് മാത്രം അവർ വന്ന് അവരുടെ പരീക്ഷ എഴുതിയാൽ മതി. അല്ലാതെ അതിന് മുമ്പ് അവർ നാട്ടിലേക്ക് വരേണ്ട ആവശ്യമില്ല. നാട്ടിലുള്ളവരാണെങ്കിൽ നാട്ടിൽ തന്നെ നിന്നാൽ മതി. അവർ അവരുടെ പഠിക്കാനായിട്ടുള്ള സമയം കണ്ടെത്തുക എന്നുള്ളത് മാത്രമാണ്. ഓക്കെ. അപ്പോൾ ജോലി ചെയ്തുകൊണ്ടും പഠിക്കാൻ പറ്റുമെന്ന് ഞാൻ കേട്ടു. ഓൾറെഡി ഒരുപാട് പേര് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ തന്നെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ജോലിക്ക് പോയി കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നത്. കാരണം ഇപ്പോൾ ജോലിയിൽ ഒരു സ്ഥിരമായിട്ട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പറഞ്ഞ പ്രൊമോഷന് കാര്യങ്ങൾക്കൊക്കെ ഒരു ആവശ്യം വരുന്ന സമയത്താണ് കമ്പനി മാനേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എവിടെയെന്നൊക്കെ ചോദിക്കുന്നതാവാം ചില കമ്പനീസിൽ. സോ അങ്ങനെയുള്ള പ്ലേസ്, അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഇവർക്ക് നേരത്തെ കൂട്ടി ഇത് അറിയുന്നില്ല എന്നുള്ളത് ഒരുപാട് പേരുടെ പ്രശ്നമാണ്. കാരണം ഇങ്ങനൊരു ഫെസിലിറ്റി ഉണ്ടോയെന്ന് പോലും ഇത് അറിയാത്തത് കൊണ്ട് ഇവരിതിനു വേണ്ടി ശ്രമിക്കുന്നില്ല. ആവശ്യം വരുമ്പോഴാണ് സർട്ടിഫിക്കറ്റ് അന്വേഷിക്കാനും അപ്പോൾ തിരക്ക് പിടിച്ചിട്ട് സർട്ടിഫിക്കറ്റുകൾ ഫേക്ക് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാനും ശ്രമിക്കാറുണ്ട്. ഇന്ത്യയിൽ ഒരുപാട് പേര് ഇത് ഉണ്ടാക്കി കൊടുക്കുന്നുമുണ്ട്. അതിൻ്റെ പിന്നാലെ പോകുന്നവരുണ്ട്, 1 ലക്ഷം 2 ലക്ഷം ഒക്കെ കൊടുത്തിട്ട്. അപ്പോൾ എനിക്കാകെ പറയാനുള്ളത് ഇതാണ്, ഈ റിസർച്ചുകൾ നടത്തുക, ഇങ്ങനെയുള്ള ക്രെഡിറ്റ് ട്രാൻസ്ഫർ പോലെയുള്ള ഫെസിലിറ്റീസ് ജെന്വിനായിട്ടുള്ള വളരെ അപ്രൂവഡ് ആയിട്ടുള്ള ഏതൊരു കൺട്രിയിലും ഏതൊരു രാജ്യത്തും ഈ സർട്ടിഫിക്കറ്റ് സുതാര്യമാണ്, വളരെ അംഗീകൃതമാണ്. സാധാരണ നമ്മുടെ ഡിപ്ലോമ ജസ്റ്റ് ഓർ ബിടെക് ഓർ ഡിഗ്രി നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. സോ ഈ ഒരു സർട്ടിഫിക്കറ്റും കൊണ്ടായിരിക്കണം നമ്മൾ നാളെ മുന്നോട്ട് പോകേണ്ടത്. അല്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണം എന്ന് വിചാരിച്ച് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ പെട്ട് ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളിൽ പോകാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഒത്തിരി ബാഡ് ഇൻസിഡൻസ് എസ്പെഷ്യലി ഗൾഫ് കൺട്രീസിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ഫേക്ക് ഡോക്യുമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ട് ജോലി പോയ കേസുകളൊക്കെ ഒരുപാടുണ്ട്. ജോലി പോയ കേസ് മാത്രമല്ലല്ലോ, ഒരുപാട് പേര് ജയിലിൽ പോലും ആയിട്ടില്ല. 2010 നമ്മുടെ കേരളത്തിൽ നിന്ന് ഓൾ ഓവർ ഇന്ത്യയിൽ നിന്ന് 800 പേരെയാണ് ഇതുപോലെ ഫേക്ക് സർട്ടിഫിക്കറ്റ് പിടിച്ച് ഖത്തറിലും കുവൈറ്റിലായിട്ട് പലരും ജയിലിൽ കിടന്നത്. കാരണം അവർ പകുതിയിൽ കൂടുതൽ ആളുകൾ ചെയ്തത് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ആയിരുന്നു. അപ്പോൾ ആക്ച്വലി അവരെ കള്ളത്തരം പറഞ്ഞ് ഫേക്ക് സർട്ടിഫിക്കറ്റാണ് കൊടുത്തത്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ തെളിയിലേക്ക് നമ്മൾ തിരിച്ചെത്തുന്നത്. എഡ്യൂവിങ് ചെയ്യുന്നത് എങ്ങനെ ട്രസ്റ്റ് ചെയ്യണമെന്നുള്ള ക്വസ്റ്റ്യൻ ആരെങ്കിലും ചോദിച്ചാൽ അവിടെ സ്ട്രെയിറ്റ് അവേ ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ, സർ ഞങ്ങൾ നിങ്ങളെ എക്സാം എഴുതിക്കുന്നത് യൂണിവേഴ്സിറ്റിയിൽ കൊണ്ടുപോയിട്ടാണ്, അല്ലാതെ വീട്ടിലിരുന്നല്ല.
യൂണിവേഴ്സിറ്റിയിൽ നേരിട്ട് പോയിട്ടാണ്. ഓൺലൈൻ എഡ്യൂക്കേഷൻ വരെ നമുക്ക് വീട്ടിലിരുന്ന് എക്സാം എഴുതാൻ പറ്റും. പക്ഷേ ക്രെഡിറ്റ് ട്രാൻസ്ഫർ പറ്റില്ല. കാരണം ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഓൾറെഡി പഠിത്തം നിർത്തിയ കാര്യത്തിൽ നിന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് യൂണിവേഴ്സിറ്റിയുടെ അംഗീകാരം ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം ചെയ്യേണ്ട ഒരു അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് അതാരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? എൻ്റെ സർട്ടിഫിക്കറ്റിന് ഇക്വലൻസി ഉണ്ടോ? ഞാൻ കേരള യൂണിവേഴ്സിറ്റിയാണ് പഠിച്ചത്, ഈ യൂണിവേഴ്സിറ്റിയുടെ അവിടുത്തെ മറ്റേ യൂണിവേഴ്സിറ്റിക്ക് ഇക്വലൻസി ഉണ്ടോ എന്നെല്ലാ ക്വസ്റ്റ്യൻസും ഇവർ ഉറപ്പായിട്ടും എടുത്ത് ചോദിക്കണം. ഈ ഹറിബറിയിൽ ഒരിക്കലും ഇവരിത് ചെയ്യാതെ ഇവരെല്ലാവരും നോക്കുന്നത്, ഇന്ന് കുറേ ആളുകൾ നോക്കുന്ന ഒറ്റ സാധനം, എത്ര നാൾ കൊണ്ട് സർട്ടിഫിക്കറ്റ് കിട്ടും? 2 ആഴ്ച കൊണ്ട് കിട്ടും, 1 ആഴ്ച കൊണ്ട് കിട്ടും, 1 മാസം കൊണ്ട് കിട്ടും? ആ കിട്ടുന്നതൊക്കെ ഫേക്ക് ആണെന്നുള്ളതാണ് ഇവർ അൾട്ടിമേറ്റ്ലി മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ ചോദ്യം, എത്ര രൂപയ്ക്ക് കിട്ടിയാൽ അതെങ്ങനെയാണ് നല്ലതാവുന്നത്? രണ്ടാമത്തെ ചോദ്യം, എത്ര രൂപയ്ക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് ഇത് ചെയ്ത് കിട്ടാൻ എന്തെങ്കിലും എക്സ്ട്രാ തരണമെന്ന് ചോദിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ഏറ്റവും വില കുറച്ച് എവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന അന്വേഷിച്ച് അവിടെ റേറ്റ് കുറവാണല്ലോ ഇവർ ചെയ്തു തരുന്നതെന്ന് പറഞ്ഞ് അങ്ങനെയും പോയി കുഴി ചാടുന്നവർ ഒരുപാട് പേരുണ്ട് ഇപ്പോൾ. ഒത്തിരി പേരുണ്ട്.